മിഥുന്റെ പ്രതീക്ഷകൾ തകർത്ത തേവലക്കര ഹൈസ്കൂളിൽ അവന്റെ ഓർമ്മകൾ സങ്കടക്കടലായി. 1.5 മാസം മാത്രം നീണ്ടുനിന്ന സ്കൂളിലെ ജീവിതത്തിൽ മിഥുൻ ഇവർക്ക് ഓരോരുത്തർക്കും നൽകിയത് വലിയ ഓർമ്മകളാണ്. ആ ഓർമ്മകൾക്ക് മുന്നിൽ അധ്യാപകർ വിതുമ്പി. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയാറുള്ളത് ഞങ്ങളുടെ അമ്മമാരാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾ ആ വികാരത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ കുട്ടികളെ കണ്ടിരുന്നത്. ഞങ്ങളുടെ പേരിനോടൊപ്പം അമ്മയെന്ന് ചേർത്തപ്പോഴും ഒരു വിളിക്കാറുണ്ടായി. എത്ര നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് സംഭവിച്ചു. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ താങ്ങാനാവാത്ത നഷ്ടം തന്നെയാണ്. ഇത് ഒരിക്കലും സഹിക്കാൻ ഒക്കുന്നില്ല. ഞാൻ ആ കുട്ടിയെ കണ്ടതുപോലും എനിക്ക് അത്രയ്ക്ക് പോലും താങ്ങാൻ ഒക്കത്തില്ലായിരുന്നു. അപകടം സംവിധാനങ്ങൾ വരുത്തിവെച്ച വിനയാണ്. അതിനു മുന്നിൽ അധ്യാപകരും PTA-യും മാനേജ്മെന്റും ഒരുപോലെ തലകുനിക്കുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത ദുഃഖം. നമ്മുടെ 2 സ്കൂളിന്റെയും ചരിത്രത്തിൽ ഇങ്ങനെ സ്കൂളിൽ വെച്ച് ഒരു അപകടം ഉണ്ടായി നമ്മുടെ ആരുടെയും ഓർമ്മയിലില്ല. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. നമ്മൾ ആ സംസ്കാര ദിവസം കണ്ടത് ക്ലാസ് ടീച്ചർ അലമുറയിട്ട് നിലവിളിക്കുക, അധ്യാപകരും. അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. സ്കൂളിലെ നിലവിലെ മാനേജ്മെന്റ് 9 വർഷങ്ങൾക്ക് മുമ്പ് സൈക്കിൾ ഷെഡ് സ്ഥാപിച്ച കാലത്തെ മാനേജ്മെന്റ് ഭാരവാഹികൾ, കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയ മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, KSEB ഉദ്യോഗസ്ഥർ എന്നിവർക്ക് വലിയ വീഴ്ച പറ്റിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കും. അപകടം സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഇന്ന് മാനേജ്മെന്റ് കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് കൈമാറും. ക്യാമറമാൻ ഷാനവാസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.